വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺ ലൈനേഴ്സ് ആണ്. നമ്മുടെ JPH എക്സാമിന് ഇനി കൃത്യം 30 ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവിഷൻ ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് റെക്കമെൻഡഡ് ഫോർ 6 months. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹലോ, വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ആക്ച്വലി ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺ ലൈനേഴ്സ് ആണ് കേട്ടോ. 50 വൺ ലൈനേഴ്സ്. ആക്ച്വലി പലരും നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു, സർ പീഡിയാട്രിക്സിൽ നിന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിരുന്നു. സോ ആക്ച്വലി അവരുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പീഡിയാട്രിക് നഴ്സിംഗിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവേത് ആ വീഡിയോ കൂടെ കാണുക. നിങ്ങൾക്ക് എക്സാമിന് ഉറപ്പായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ പീഡിയാട്രിക് നഴ്സിംഗിൽ നിന്നുള്ള 50 വൺ ലൈനേഴ്സിലേക്ക് പോകാം. അപ്പൊ വൺ ലൈനേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലെ, ഒറ്റ സെന്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറ്റ ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടാവും കേട്ടോ. ആ രീതിയിലാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ JPH എക്സാമിന് ഇനി കൃത്യം 30 ദിവസം മാത്രമേ ഉള്ളൂ അല്ലെ. JPH എക്സാമിന് ഇനി കൃത്യം 30 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ എജൂസ് അക്കാഡമിയുടെ JPH വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റിവിഷൻ ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇൻ കേസ് ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൈവായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, 60+ hours കേട്ടോ, 60-ൽ കൂടുതൽ അവേഴ്സ് ലൈവായിട്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് നൽകുക. കൂടാതെ നമ്മുടെ റാങ്ക് ബൂസ്റ്റർ പാക്കിന്റെ ആക്സസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ആക്സസ് ഒക്കെ ഉണ്ടാവും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് ആക്ച്വലി ഈ നമ്മുടെ റിവിഷൻ ബാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷെഡ്യൂളൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെല്ലാം ഷെയർ ചെയ്തിരുന്നു. അതൊക്കെ നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നമ്മുടെ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതായത് ന്യൂബോണിന്റെ ഹെഡ് സർക്കംഫറൻസ് അറ്റ് ബർത്തിൽ ഹെഡ് സർക്കംഫറൻസ് എത്രയായിരിക്കും? 33 to 35 സെന്റിമീറ്റർ ആയിരിക്കും അറ്റ് ബർത്തിൽ ഹെഡ് സർക്കംഫറൻസ് എന്ന് പറയുക കേട്ടോ. നെക്സ്റ്റ് ചെസ്റ്റ് സർക്കംഫറൻസ് അല്ലെ, ചെസ്റ്റ് സർക്കംഫറൻസ് അറ്റ് ബർത്ത് എത്രയാണ്? 30 to 33 സെന്റിമീറ്റർ കേട്ടോ. 30 മുതൽ 33 സെന്റിമീറ്റർ വരെ ആയിരിക്കും അറ്റ് ബർത്തില് ചെസ്റ്റിന്റെ സർക്കംഫറൻസ്. കൂടാതെ ബർത്ത് വെയിറ്റ് ഡബിൾസ് ബൈ എപ്പോഴാണ് ജനിക്കുമ്പോഴുള്ള വെയിറ്റ് നമുക്കറിയാം അല്ലെ. ഇന്ത്യൻ ബേബീസിന്റെ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത് 2.5 to 3.5 kg ആണ് നോർമൽ ആയിട്ടുള്ള ബർത്ത് വെയിറ്റ് പറയുക. അപ്പൊ ഈ ബർത്ത് വെയിറ്റ് ഡബിൾ ആകുന്നത് എപ്പോഴാണ്? 5 monthsലാണ് കേട്ടോ. 5 monthsലാണ് ബർത്ത് വെയിറ്റ് ഡബിൾ ആവുക. ദെൻ ബർത്ത് വെയിറ്റ് ട്രിപ്പിൾസ് ആകുന്ന എപ്പോഴാണ്? 1 year, 1 വയസ്സാകുമ്പോഴാണ് ബർത്ത് വെയിറ്റ് ട്രിപ്പിൾസ് ആകുന്നത്. അതായത് ബർത്ത് വെയിറ്റ് ഒരു കുട്ടിക്ക് 2.5 കിലോഗ്രാം ആണ് എങ്കിൽ 1 വയസ്സാകുമ്പോൾ കുഞ്ഞിന് 7 കിലോഗ്രാം ഉണ്ടായിരിക്കണം കേട്ടോ. അതാണ് നോർമൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോണ്ടനേൽസ് ക്ലോസ്ഡ് ബൈ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. സാധാരണ ആന്റീരിയർ ഫോണ്ടനേൽ ക്ലോസ് ചെയ്യുന്നത് 18 മാസത്തിലും പോസ്റ്റീരിയർ ഫോണ്ടനേൽ ക്ലോസ് ചെയ്യുന്നത് 6 to 8 വീക്സുമാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഓർത്തിരിക്കും? നമ്മൾ പോസ്റ്റീരിയർ ടു ആന്റീരിയർ എന്ന് പറഞ്ഞാൽ മതി. പോസ്റ്റീരിയർ 1.5 മാസം, ആന്റീരിയർ 1.5 വയസ്സ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് പെർമനന്റ് ടീത്ത് എപ്പോഴാണ് അപ്പിയർ ആകുന്നത്? അത് ഫസ്റ്റ് മോളാസ് ആണ് അപ്പിയർ ആകുക 6 വയസ്സിൽ കേട്ടോ. ഫസ്റ്റ് പെർമനന്റ് ടീത്തില് ഫസ്റ്റ് മോളാർ ആണ് ആദ്യം അപ്പിയർ ആകുക, അത് 6 വയസ്സിലാണ് എന്ന് ഓർക്കുക. നെക്സ്റ്റ് ഫസ്റ്റ് ഡെസിഡ്യൂസ് ടീത്ത് ഇറപ്സ് അറ്റ് 6 to 8 months ആണ്. പിൻസർ ഗ്രാസ്പ് എപ്പോഴാണ് അപ്പിയർ ആകുന്നത്? 9 months. നമുക്കറിയാം അല്ലെ, പാമാർ ഗ്രാസ്പും പിൻസർ ഗ്രാസ്പും. പാമാർ ഗ്രാസ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാം കൊണ്ട് ഇങ്ങനെ ആയിരിക്കും ആദ്യം പിടിച്ചു തുടങ്ങുക. അതിനുശേഷമാണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഫിംഗേഴ്സ് യൂസ് ചെയ്ത് വരിക. പിൻസർ ഗ്രാസ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾ ഫിംഗേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നത്, ഫിംഗേഴ്സ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തതിനാണ് നമ്മൾ പിൻസർ ഗ്രാസ്പ് എന്ന് പറയുന്നത്. അത് 9 monthsലാണ് അപ്പിയർ ചെയ്യുക എന്ന് ഓർക്കുക. കൂടാതെ ബാബിൻസ്കി റിഫ്ലെക്സ് എപ്പോഴാണ് ഡിസപ്പിയർ ആകുക? 1 year കേട്ടോ. കുഞ്ഞിന് 1 year ആകുമ്പോഴാണ് ബാബിൻസ്കി റിഫ്ലെക്സ് ഡിസപ്പിയർ ആകുക. മോറോ റിഫ്ലെക്സ് ഡിസപ്പിയർ ആകുക 4 to 6 months കേട്ടോ. 4 to 6 monthsലാണ് മോറോ റിഫ്ലെക്സ് ഡിസപ്പിയർ ആകുക. ദെൻ കൊളസ്ട്രം ഈസ് റിച്ച് ഇൻ, അതായത് ആദ്യത്തെ മിൽക്ക് ആണ് അല്ലെ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ അല്ലെങ്കിൽ IgA ആണ് അതിലെ കൊളസ്ട്രോളത്തിൽ റിച്ച് ആയിട്ട് കാണുക. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് റെക്കമെൻഡഡ് ഫോർ 6 months. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ 6 മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുക എന്ന് ഓർക്കുക. ദെൻ വീനിങ് ഷുഡ് ബിഗിൻ അറ്റ് 6 months. 6 മാസത്തില് നമ്മൾ എന്ത് ചെയ്യണം? വീനിങ്, അതായത് വേറെ അഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് കൊടുത്തു തുടങ്ങുക. നെക്സ്റ്റ് പറയുന്നത് കോഷിയോർക്കർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഷിയോർക്കർ ഈസ് ഡ്യൂ ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. Marasmus is due to total calorie deficiency.
Then vitamin A deficiency leads to night blindness. Then first vaccine at birth. കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതൊക്കെ വാക്സിനാ കൊടുക്കുക? BCG കൊടുക്കും. OPV 0 ഡോസ് ആണ്, തെറ്റിപ്പോരുന്നത്. OPV ഫസ്റ്റ് ഡോസ് എന്നൊക്കെ പറയാൻ ചോദിക്കും. OPV 0 ഡോസും ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഫസ്റ്റ് ഡോസുമാണ് നമ്മൾ അറ്റ് ബർത്തിൽ കുഞ്ഞിന് കൊടുക്കുക. Then measles വാക്സിൻ എപ്പോഴാണ് കൊടുക്കുക? 9 monthsലാണ് കൊടുക്കുക. Then vitamin A is given with measles vaccine. അതായത് vitamin A നമ്മൾ 9 monthsലാണ് കൊടുത്തു തുടങ്ങുക. അത് measles വാക്സിന്റെ കൂടെയാണ് vitamin A ഓറലി ആയിട്ട് കൊടുക്കുക. Next, pentavalent vaccine protects against 5 ഡിസീസ് ആണ്, അതായത് DPT, ഡിഫ്തീരിയ, പെർട്ടോസിസ്, ടെറ്റനസ്, കൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ്, ഹീമോഫിലസ്, ഇൻഫ്ലുവൻസ ബി അല്ലെ. സോ ഇത്രയും അസുഖങ്ങൾക്കെതിരെയാണ് പെന്റാവാലന്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് ഓർക്കുക. ദെൻ IPV എന്ന് പറഞ്ഞാൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ ആണ്, നമ്മൾ സബ്ക്യൂട്ടേനിയസ് റൂട്ടിലാണ് കൊടുക്കുക അല്ലെ. സോ ഇത് എപ്പോഴാണ് കൊടുക്കുക? ഇത് ഫ്രാക്ഷണൽ ഡോസസ് ആയിട്ടാണ് കൊടുക്കുക. 6ാമത്തെയും 14ാമത്തെയും ആഴ്ചയിൽ, തെറ്റിപ്പോകരുത്. IPV നമ്മൾ കൊടുക്കുക സബ്ക്യൂട്ടേനിയസ് ആണ്, ഫ്രാക്ഷണൽ ഡോസസ് ആയിട്ട് 6ാമത്തെയും 14ാമത്തെയും ആഴ്ചയിലാണ് കൊടുക്കുക. Then rotavirus vaccine is oral and prevents diarrhea. നമ്മൾ ഓറൽ റൂട്ടിലാണ് റോട്ടാവൈറസ് വാക്സിൻ കൊടുക്കുക, അത് ഡയറിയ പ്രിവെന്റ് ചെയ്യും. ദെൻ ക്രൂപ്പ് പ്രസൻസ് വിത്ത് ബാർക്കിംഗ് കോഫ് ആൻഡ് സ്ട്രൈഡർ അല്ലെ. ക്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ക്രൂപ്പ് ഉള്ള പേഷ്യൻസിന് ബാർക്കിംഗ് കോഫും സ്ട്രൈഡറും ഉണ്ടാകും. എന്താണ് ക്രൂപ്പ്? ട്രക്കിയോ ബ്രോങ്കൈറ്റിസിനാണ് നമ്മൾ ക്രൂപ്പ് എന്ന് പറയുക. ദെൻ RCH, അതായത് റിപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് എപ്പോഴാണ് ലോഞ്ച് ചെയ്തത്? 1997ലാണ് ലോഞ്ച് ചെയ്തത്. ദെൻ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡയറിയ ഇൻ ചിൽഡ്രൻ എന്താണ്? റോട്ടാവൈറസ്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് റോട്ടാവൈറസ് വാക്സിൻ ഓറലി കൊടുക്കുക. Then Hirschsprung's disease വളരെ ഇമ്പോർട്ടന്റ് ആണ്. is due to absence of ganglion cells in the colon. അതായത് അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരുണ്ട്, ടോക്സിക് എ ഗാംഗ്ലിയോണിക് മെഗാകോളൺ എന്ന് പറയും കേട്ടോ. എ ഗാംഗ്ലിയോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാംഗ്ലിയോണിക് സെൽസ് അവിടെ ആബ്സെന്റ് ആണ്. അപ്പം ആബ്സെൻസ് ഓഫ് ഗാംഗ്ലിയോണിക് സെൽസിന്റെ കോളനെയാണ് നമ്മൾ Hirschsprung's disease എന്ന് പറയുക. നെക്സ്റ്റ് നെഫ്രോട്ടിക് സിൻഡ്രോം പ്രസൻസ് വിത്ത് എഡിമ, പ്രൊട്ടീനൂറിയ ആൻഡ് ഹൈപ്പോ ആൽബുമിനിമിയ കേട്ടോ. അതായത് നെഫ്രോട്ടിക് സിൻഡ്രോം ഉള്ള കുഞ്ഞുങ്ങൾക്ക് എഡിമ ഉണ്ടാകും, പ്രൊട്ടീനൂറിയ ഉണ്ടാകും, കൂടാതെ ഹൈപ്പോ ആൽബുമിനീമിയ ഉണ്ടാകും. ബ്ലഡിലെ ആൽബുമിന്റെ അളവ് കുറവായിരിക്കും. നെക്സ്റ്റ് കോമൺ ചൈൽഡ്ഹുഡ് ക്യാൻസർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ALL, അതായത് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആണ് കോമൺ ആയിട്ട് കാണുന്ന ചൈൽഡ്ഹുഡ് ക്യാൻസർ. ഡൗൺ സിൻഡ്രോം ഈസ് ട്രൈസോമി ഓഫ് ക്രോമസോം 21 അല്ലെ. ട്രൈസോമി 21 ആണ് നമ്മൾ എന്ത് പറയുക? ഡൗൺ സിൻഡ്രോം എന്ന് പറയുക. ക്ലെഫ്റ്റ് പാലറ്റ് റിപ്പയർ ഈസ് ഡൺ അറ്റ് 9 to 18 months അല്ലെ. 9 monthsനും 18 monthsനും ഇടയ്ക്കാണ് നമ്മൾ ക്ലെഫ്റ്റ് പാലറ്റ് റിപ്പയർ നടത്തുക. അതേസമയം ക്ലെഫ്റ്റ് ലിപ്പ് ആണെങ്കിലോ അത് കുറച്ചുകൂടെ നേരത്തെ ചെയ്യണം. ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർ നമ്മൾ 3 monthsൽ ചെയ്യണം കേട്ടോ. എന്നാലും കുഞ്ഞിനെ ആക്ച്വലി സക്കിങ്ങിനൊക്കെ അല്ലെങ്കിൽ ബാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലെഫ്റ്റ് ലിപ്പ് റിപ്പയർ നമ്മൾ 3 monthsൽ തന്നെ ചെയ്യണം എന്ന് ഓർക്കുക. ദെൻ കോമൺ കോസ് ഓഫ് മെനിഞ്ചൈറ്റിസ് ഇൻ ചിൽഡ്രൻ എന്താണ്? സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണെന്ന് ഓർക്കുക. നെക്സ്റ്റ് നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഇൻ ന്യൂബോൺ 40 to 60 beats per minute. Then normal heart rate in newborn 120 to 160 beats per minute. Then വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് സൈൻ ഓഫ് പ്യൂബർട്ടി ഇൻ ഗേൾസ്. എന്താണ്? തെലാർക്കി അല്ലെങ്കിൽ ബ്രസ്റ്റ് ബഡിങ് ആണ് ഫസ്റ്റ് സൈൻ ഓഫ് പ്യൂബർട്ടി ഇൻ ഗേൾസ്, തെലാർക്കി എന്ന് പറയും. നെക്സ്റ്റ് ഫസ്റ്റ് സൈൻ ഓഫ് പ്യൂബർട്ടി ഇൻ ബോയ്സ് ആണെങ്കിലോ ടെസ്റ്റിക്കുലാർ എൻലാർജ്മെന്റ് ആണ്. Then APGAR score is recorded at 1 minute-ലും 5 minute-ലും നമ്മൾ APGAR സ്കോർ റെക്കോർഡ് ചെയ്യും. അതിൽ 5 minute ആണ് ഏറ്റവും ആക്യുറേറ്റ് എന്ന് പറയുക. നെക്സ്റ്റ് ഹൈപ്പോതെർമിയ ഇൻ നിയോനേറ്റ്സ് ഈസ് ടെമ്പറേച്ചർ ബിലോ 36.5 degree Celsius കേട്ടോ. 36.5 degree Celsius താഴെയാണ് ടെമ്പറേച്ചർ, നമ്മൾ എന്ത് പറയും? ഹൈപ്പോതെർമിയ എന്ന് പറയും. നെക്സ്റ്റ് CRP സി റിയാക്റ്റീവ് പ്രോട്ടീൻ ആണ്, അത് ഇൻഫെക്ഷന്റെയും ഇൻഫ്ലമേഷന്റെയും മാർക്കർ ആണെന്ന് ഓർക്കുക. ദെൻ വേർണിക്സ് കേസിയോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചീസി വൈറ്റ് സബ്സ്റ്റൻസ് കവറിംഗ് ന്യൂബോൺ സ്കിന്നിന്റെ കവർ ചെയ്തിരിക്കുന്ന ചീസി വൈറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ വേർണിക്സ് കേസിയോസ എന്ന് പറയുക. ലാനുഗോ എന്താണ്? ഫൈൻ ബോഡി ഹെയർ ഇൻ ന്യൂബോൺ, അതായത് ന്യൂബോൺസിൽ കാണുന്ന ഫൈൻ ആയിട്ടുള്ള ബോഡി ഹെയറിനാണ് നമ്മൾ ലാനുഗോ എന്ന് പറയുക. മെക്കോണിയം ഷുഡ് ബി പാസ് വിത്തിൻ 24 hours, 24 മണിക്കൂറിനുള്ളിൽ തന്നെ മെക്കോണിയം പാസ് ചെയ്തിരിക്കണം. ഫിസിയോളജിക്കൽ ജോണ്ടിസ് അപ്പിയേഴ്സ് ആഫ്റ്റർ 24 hours, 24 hours കഴിയുമ്പോഴായിരിക്കും ഫിസിയോളജിക്കൽ ജോണ്ടിസ് അപ്പിയർ ആകുക. കാപ്പിഡ് സക്സിഡിനം ആണെങ്കിലോ ക്രോസ് ഫ്യൂച്ചർ ലൈൻ അല്ലെ, ഫ്യൂച്ചർ ലൈന് ക്രോസ് ചെയ്യുന്നതായിരിക്കും എന്താണ്? കാപ്പിഡ് സക്സിഡിനം എന്ന് ഓർക്കുക. ദെൻ സിഫാൽ ഹെമറ്റോമ, അത് ഡസ് നോട്ട് ക്രോസ് ഫ്യൂച്ചർ ലൈൻസ്. നമ്മുടെ ഫ്യൂച്ചർ ലൈൻസ്, കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ ലൈൻസ് ക്രോസ് ചെയ്യുന്നില്ല, എന്താണ്? സിഫാൽ ഹെമറ്റോമ എന്ന് ഓർക്കുക. ദെൻ കങ്കാരു മദർ കെയർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കുഞ്ഞുങ്ങളിലാണ് യൂസ് ചെയ്യുക? ലോ ബർത്ത് വെയിറ്റ് കേട്ടോ, ലോ ബർത്ത് വെയിറ്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളിലും കൂടാതെ പ്രീ ടേം ഇൻഫൻസിലുമാണ് കങ്കാരു മദർ കെയർ യൂസ് ചെയ്യുക. ഇതിൽ പൈക്ക എന്താണ്? പെർസിസ്റ്റന്റ് ഈറ്റിംഗ് ഓഫ് നോൺ ന്യൂട്രിറ്റീവ് സബ്സ്റ്റൻസസ് കേട്ടോ. അതായത് നോൺ ന്യൂട്രിറ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കും. ക്ലേ,
അല്ലെങ്കിൽ സാൻഡ് അല്ലെങ്കിൽ ഹെയർസിനെയൊക്കെ കഴിക്കും. അതിനാണ് നമ്മൾ എന്ത് പറയുക, പൈക്ക എന്ന് പറയുക. സിസർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി ആണ് കേട്ടോ. സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസിയുടെ ഫീച്ചർ ആണ് സിസർ ഗേറ്റ് എന്ന് പറയുക. ദെൻ VSD ഈസ് ദ മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്ട് കേട്ടോ. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന കൺജനൈറ്റൽ ഹാർട്ട് ഡിഫക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VSD, അതായത് വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് ആണ്. പൈലോറിക് സ്റ്റീനോസിസ് പ്രസൻസ് വിത്ത് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. പൈലോറിക് സ്റ്റീനോസിസ് ഉള്ള കുട്ടികളിൽ അത് എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക, പ്രൊജക്ടൈൽ ആയിട്ടുള്ള വോമിറ്റിംഗ് ആയിട്ടായിരിക്കും ഈ പൈലോറിക് സ്റ്റീനോസിസ് ഉള്ള കുഞ്ഞുങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 50 വൺ ലൈനേഴ്സ് കേട്ടോ. 50 വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, റിവിഷൻ ഒക്കെ ചെയ്യുക കേട്ടോ. ഇൻ കേസ് നമ്മുടെ റിവിഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.